മന്ത്രിയെ മർദ്ദിച്ചതിന് തെളിവ് നൽകിയാൽ 1 പവൻ സ്വർണം. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വധശ്രമം നടത്തിയെന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മന്ത്രിയെ മർദ്ദിച്ചതിന് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്ക് 1 പവൻ സ്വർണം ഇനാമായി നൽകുമെന്ന് പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതോടെ വാക്പോര് മുറുകി. ഫെബ്രുവരി 25 ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ആരോപിച്ച് KSU പ്രവർത്തകർ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. ഇതിനിടയിലുണ്ടായ ഉന്തും തള്ളലും മൂലം മന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റതായും ഇത് ബോധപൂർവമായ ആക്രമണമാണെന്നും CPM ആരോപിച്ചു. മന്ത്രിയെ നിലവിൽ കണ്ണൂർ ഗവൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രധാന ആരോപണങ്ങൾ: പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ ശക്തമായി പരിഹസിച്ചാണ് രംഗത്തെത്തിയത്. മന്ത്രിയുടെ പരിക്കുകൾ കെട്ടിച്ചമച്ചതാണെന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള വെറും അഭിനയമാണെന്നും VD സതീശൻ പറഞ്ഞു. സ്പീക്കറുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കിയ തിരക്കഥയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്പീക്കർ AN ഷംസീറിനെതിരെ യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. മന്ത്രിയെ ഒരാൾ പിടിച്ചു തള്ളുന്നതോ കഴുത്തിന് പിടിക്കുന്നതോ ആയ ഒരു ദൃശ്യമെങ്കിലും ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ അത് ഹാജരാക്കുക, അവർക്ക് 1 പവൻ സ്വർണം നൽകും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി. മന്ത്രിക്കെതിരെ നടന്നത് ക്രൂരമായ വധശ്രമമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത്. കഴുത്തിന് പിടിച്ചു തിരിച്ചെന്നും ഇത് സൂയിസൈഡ് അറ്റാക്കർമാരുടെ ശൈലിയാണെന്നും MV ജയരാജൻ ആരോപിച്ചു. വധശ്രമത്തിന് 5 KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയയായ മന്ത്രിയുടെ കഴുത്തിന് മസിൽ ഉളുക്ക് ഉള്ളതായാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ സംഭവത്തിന് പിന്നാലെ കണ്ണൂരിലെ നിരവധി കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. രണ്ട് വിഭാഗക്കാരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. സംസാരിച്ചു.